എടോ നമുക്ക് റംദാൻ സീരീസിൽ അടുത്തതായിട്ട് ചെമ്മീൻ വെച്ചിട്ട് എണ്ണയിലൊന്നിട്ട് മുക്കി പൊരിക്കാണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഇഫ്താർ സ്നാക്സ് ആയാലോ. അതും നമ്മുടെ കോഴിക്കോട്ടുകാരുടെ കൽമാസ് എങ്ങനെയാണല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലത്തെ വലിയ ചെമ്മീനാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്യാനും വെക്കാം. ഇനി തേങ്ങയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും പെരുംജീരകവും ചേർത്ത് അതും കൂടെ ഒന്ന് പൊടിച്ച് വെക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീന ഇനി ഒന്ന് പൊരിച്ചെടുക്കണം. എന്നിട്ട് ആ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം. അതിലേക്ക് ഇനി ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ അരച്ച് വെച്ച തേങ്ങയിൽ നിന്ന് കുറച്ചും പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീനും മലയാളയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ്സ് റെഡി കേട്ടോ. ഇനി അരിപ്പൊടിയിലേക്ക് അരച്ച് വെച്ച തേങ്ങയും ഉപ്പും വെള്ളവും പിന്നെ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് ചെറിയൊരു ബോളാക്കിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ ബ്രഷ് ചെയ്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് കൽമാസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു 8-10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിലത് ഇതേപോലെ പൊട്ടിപ്പോകും കേട്ടോ. അതങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ നല്ലോണം തടഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കുക. ഉപ്പും മുളകും മഞ്ഞളും ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നോമ്പൊറുക്കുമ്പോൾ ഒരുപാട് എണ്ണയിലിട്ട് മുക്കി പൊരിക്കുന്ന എണ്ണക്കടിനേക്കാളും എത്രയോ നല്ല ടേസ്റ്റാണ് ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കുന്ന സ്നാക്സൊക്കെ. എന്നാൽ നോമ്പൊറുക്കുമ്പോൾ ഒരു ദിവസം ഈ ഒരു ചെമ്മീൻ കൽമാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഓക്കെ, ബായ്.